ഈ രാഹുൽ ഗാന്ധി എന്തൊക്കെയാണ് ഈ പറയുന്നത്? വിദേശത്ത് നടന്ന് ഞങ്ങളുടെ നോൺ ബയോളജിക്കൽ ദൈവത്തിനെതിരെ സംസാരിക്കുന്നു. ലോകത്തിലാകെ നോൺ ബയോളജിക്കലായ പ്രധാനമന്ത്രിയെ ലഭിക്കാൻ ഭാഗ്യം ലഭിച്ച ഏക രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്തിനെതിരെ വിദേശത്ത് എന്ന് ഇങ്ങനെയൊക്കെ പറയാമോ? ഇന്ന് രാഹുൽ ഗാന്ധിയുടെ എല്ലാ രാജ്യദ്രോഹവും തുറന്നു കാട്ടിയിട്ട് ഞാൻ അടങ്ങൂ. ഇവിടെ ആ ചൈനയിൽ ചെന്ന് രാഹുൽ ഗാന്ധി രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന ആ വീഡിയോ കാണിച്ചേ. छोड़ो यार, डूब गए, कुछ होगा नहीं. अरे भगवान बचाए भाई. पता नहीं पिछले जन्म में क्या पाप किए हम हिंदुस्तान में पैदा हुए. കേട്ടില്ലേ പറഞ്ഞത്? വിട്ടുകള, മുങ്ങിപ്പോയി, ഒന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങളെ ദൈവം രക്ഷിക്കട്ടെ. കഴിഞ്ഞ ജന്മത്തിൽ എന്ത് പാപം ചെയ്തിട്ടാണ് ഇന്ത്യയിൽ ജനിച്ചത് എന്ന് അറിയില്ല, തീർന്നിട്ടില്ല. ദക്ഷിണ കൊറിയയിൽ ചെന്ന് രാജ്യത്തിനെതിരെ രാഹുൽ ഗാന്ധി പറയുന്ന ആ ക്ലിപ്പ് പ്ലേ ചെയ്തേ. यार पता नहीं पिछले जन्म में क्या पाप किया था, हिंदुस्तान में पैदा हुए. ये कोई देश है, ये कोई सरकार है, ये कोई लोग है? चलो छोड़ो, चले जाए कहीं और. എന്നതാ കഴിഞ്ഞ ജന്മത്തിൽ എന്ത് പാപം ചെയ്തിട്ടാണ് എന്നറിയില്ല, ഇന്ത്യയിൽ ജനിച്ചുപോയി. ഇതൊരു രാജ്യമാണോ? ഇതൊരു സർക്കാരാണോ? ഇങ്ങനെയും ജനങ്ങളുണ്ടോ? ഇവിടെ ഉപേക്ഷിച്ച് വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് രക്ഷപ്പെട്ടു പോകാം. കേട്ടില്ലേ രാഹുൽ ഗാന്ധി രാജ്യത്തെ ആക്ഷേപിച്ച് പറയുന്ന ആ ടോൺ? എന്നിട്ട് അത് കേട്ടിട്ട് ഇന്ത്യയിൽ നിന്ന് അവിടേക്ക് പോയ ആളുകൾ ചിരിക്കുന്നു, കൈയടിക്കുന്നു. സ്വന്തം മാതൃരാജ്യത്തെ ഇങ്ങനെ അപമാനിക്കുമ്പോൾ എങ്ങനെ കൈയടിക്കാനും ചിരിക്കാനും തോന്നുന്നു? ഇനി ജർമ്മനിയിൽ വെച്ച് ഇന്ത്യയെ ആക്ഷേപിക്കുന്ന ആ ക്ലിപ്പ് പ്ലേ ചെയ്യൂ. जो 85 पैसा घिस लेता था. ഇത് കേട്ടില്ലേ പറയുന്നത്? ഏത് കഴുകൻ കാലുകളാണ് ഇന്ത്യയിലെ 85% സമ്പത്തും കൊള്ളയടിക്കുന്നത്? അത് പറയുമ്പോൾ കാണിക്കുന്ന ആംഗ്യമോ രാജ്യത്തെ ഒന്നടങ്കം അപമാനിക്കുന്ന രാജ്യദ്രോഹമല്ലേ? ഈ ജർമ്മൻ ഇന്ത്യക്കാർക്ക് ഒരു മയവുമില്ല, ആർത്തട്ടഹസിക്കുകയാണ് സ്വന്തം രാജ്യത്തെ അപമാനിക്കുന്നത് കേട്ട്. ഒന്നുമായിട്ടില്ല, ഇനിയുമുണ്ട് വിദേശത്ത് പോയുള്ള രാഹുലിന്റെ രാജ്യത്തെ അപമാനിക്കുന്ന ക്ലിപ്പുകൾ. ആ ഓസ്ട്രേലിയയിലെ ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്തേ. आपको हैरानी होगी, मैंने आकर के पहले की सरकारें इस बात का गर्व करती थी कि हमने ये कानून बनाया, हमने ढिकना कानून बनाया, हमने फलाना कानून बनाया. आपने सुना होगा सब चुनाव में. मेरी गाड़ी उल्टी है. उनको कानून बनाने में मजा आता था, मुझे कानून खत्म करने में आनंद आता है. പറഞ്ഞത് കേട്ടല്ലോ. നിങ്ങൾക്ക് അത്ഭുതം തോന്നും. ഞാൻ വരുന്നതിന് മുമ്പുള്ള സർക്കാരുകൾ ആ നിയമമുണ്ടാക്കി, ഈ നിയമമുണ്ടാക്കി, വളരെയേറെ നിയമങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ ഇലക്ഷൻ പ്രചാരണത്തിൽ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എൻ്റെ വണ്ടി നേരെ തിരിച്ചാണ്. അവർക്ക് നിയമമുണ്ടാക്കുന്നതിലാണ് സന്തോഷം, എനിക്ക് നിയമം ഇല്ലാതാക്കുന്നതിലാണ് ആനന്ദം. എൻ്റെ രാഹുൽ ഗാന്ധി, രാജ്യത്തെ നിയമം അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ? നിയമം ഇല്ലാതാക്കുന്നതിലാണ് ആനന്ദം എന്ന് പറയുന്നത് എന്ത് ബുദ്ധി ഉപയോഗിച്ചാണ്? എന്നിട്ട് അത് കേട്ട് ആർത്തലയ്ക്കാൻ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയ വിദ്യാഭ്യാസമുണ്ടെന്ന് കരുതപ്പെടുന്ന ഇന്ത്യക്കാരും എന്ത് കഷ്ടമാണെന്ന് ഓർക്കണം. ഇതിനു മുൻപ് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ ചെന്നപ്പോൾ രാജ്യത്തെ അപമാനിച്ച് പറഞ്ഞത് കേട്ടോളൂ. ആ ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്തേ. हमारे यहाँ पहले जो सरकारें थी वो इस बात का गर्व करती थी कि हमने ये कानून बनाया, हमने वो कानून बनाया, हमने ढीकना कानून बनाया, हमने फलाना कानून बनाया. आपने पूरे चुनाव के कैंपेन में देखा होगा, यही बात चलती थी, हमने ये कानून बनाया, हमने वो कानून. എനിക്ക് മുൻപുള്ള സർക്കാരുകൾ വലിയ അഭിമാനത്തോടെ പറഞ്ഞിരുന്നത് ഞങ്ങൾ ആ നിയമം ഉണ്ടാക്കി, ഞങ്ങൾ ഈ നിയമം ഉണ്ടാക്കി, ഞങ്ങൾ എന്തെല്ലാം നിയമം ഉണ്ടാക്കി. നിങ്ങൾ അവരുടെ ഇലക്ഷൻ പ്രചാരണത്തിൽ ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും. എന്റെ രാഹുൽ ഗാന്ധി, ഏത് ബുദ്ധിയിലാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത്? പാർലമെന്റിന്റെ മറ്റൊരു പേര് നിയമനിർമ്മാണ സഭ എന്നാണെന്ന് നിങ്ങൾക്ക് ഇതുവരെയും മനസ്സിലായില്ലേ? രാജ്യത്ത് ജനാധിപത്യപരമായ നിയമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പാർലമെന്റിന്റെ കടമ എന്ന് ഏത് കൊച്ചു കുഞ്ഞിനു പോലും അറിയാവുന്ന കാര്യമല്ലേ? ഇത് പറയുമ്പോഴുള്ള രാഹുലിന്റെ ഈ മുഖഭാവം കണ്ടോ? ഇതെങ്ങനെ സംഭവിച്ചു? രാഹുലിന്റെ ക്ലിപ്പുകൾ പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ നോൺ ബയോളജിക്കൽ ദൈവത്തിന്റെ ആണോ പ്ലേ ചെയ്തത്? ക്ഷമിക്കണം കേട്ടോ, ഇതെന്ത് അട്ടിമറിയാണ്? എനിക്ക് തോന്നുന്നത് എന്റെ കമ്പ്യൂട്ടറിൽ സോറോസും രാഹുൽ ഗാന്ധിയും അമേരിക്കയും ചൈനയും കൂടി പെഗാസസ് മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്തു എന്നാണ്. ഇത് തീർച്ചയായും സോറോസും രാഹുലും ഒത്തുചേർന്നുള്ള അട്ടിമറിയാണെന്ന് ഞാനും ഞങ്ങൾ ഭക്തന്മാർ എല്ലാവരും
ഉറപ്പിച്ചു പറയുന്നു. ഇനി ഈ മിസ്റ്റേക്ക് പറ്റാതെ രാഹുലിന്റെ വേറെ കുറെ രാജ്യദ്രോഹപരമായ പരാമർശങ്ങൾ പ്ലേ ചെയ്യാം. ദോഹയിൽ വെച്ച് പ്രസംഗിക്കുന്ന ആ ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്തേ. सरकार की अपनी अनिर्णायकता के कारण, लेथार्जी के कारण, इनडिसिसिव के कारण, गलत परसेप्शन के कारण जो चीजें रुकी है उसको मैं सबसे पहले सुलझाने की दिशा में प्रयास करूंगा. കേട്ടോ പറഞ്ഞത്? സർക്കാരിന്റെ കഴിവില്ലായ്മ മൂലവും ദീർഘവീക്ഷണം ഇല്ലാത്ത നേതൃത്വവും കാരണം നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പരിഹരിക്കാൻ ഞാൻ ആദ്യം ശ്രമിക്കും. ഒരു വിദേശ രാജ്യത്ത് ചെന്ന് രാജ്യത്തെ ഇങ്ങനെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? ഇവിടെയും തീർന്നില്ല. കാനഡയിൽ ചെന്ന് രാഹുൽ രാജ്യത്തിനെതിരെ പറയുന്നത് കേട്ടോളൂ. जिनको गंदगी करनी थी वो गंदगी करके चले गए, लेकिन हम सफाई करके जाएंगे. വൃത്തികേടാക്കി ഇട്ടിട്ട് പോകാൻ ആഗ്രഹിച്ചവർ നശിപ്പിച്ചിട്ട് പോയി. പക്ഷെ ഞങ്ങളത് വെടിപ്പാക്കും. രാഹുലെ, ദിസ് ഇസ് ടു മച്ച് കേട്ടോ, ടു മച്ച്. അതും ഇവിടെയുള്ള കനേഡിയൻ ഇന്ത്യക്കാർ ഇത് കേട്ട് ആർത്തലയ്ക്കുക എന്നുകൂടി പറഞ്ഞാൽ വിദേശത്തുള്ള ഇന്ത്യക്കാർക്കൊന്നും രാജ്യത്തെ ഇങ്ങനെ അപമാനിക്കുന്നതിൽ ഒരു വിഷമവുമില്ല, മറിച്ച് സന്തോഷമാണ് തോന്നുന്നത് എന്ന് വെച്ചാൽ എന്താ അല്ലേ? ഇനി അവസാനമായി അമേരിക്കയിലെ കാലിഫോർണിയയിൽ വെച്ച് വലിയ വിദ്യാഭ്യാസമുണ്ടെന്ന് വീമ്പിളക്കുന്ന രാഹുൽ, ഇംഗ്ലീഷ് വെള്ളം പോലെ സംസാരിക്കും എന്ന് പറയുന്ന രാഹുൽ ലോകത്തിൽ ആർക്കും മനസ്സിലാകാത്ത ഒട്ട ഇംഗ്ലീഷിൽ പറയുന്നത് കേട്ടോ. Much of India that we dream of is yet to be built. എന്റെ രാഹുലെ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഞങ്ങളുടെ നോൺ ബയോളജിക്കൽ ഗോഡിജിയുടെ കുറെ പ്രസംഗങ്ങളെങ്കിലും കേട്ടു പഠിക്കാൻ നോക്ക്. ഇഷ്ടം തന്നെ മിസ്റ്റർ രാഹുൽ ഗാന്ധി. എന്റെ പൊന്നെ, സോറി, വീണ്ടും ഞങ്ങളുടെ നോൺ ബയോളജിക്കൽ ഗോഡിജിയുടെ സ്പീച്ചുകളാണോ ഞാൻ അറിയാതെ പ്ലേ ചെയ്തത്? I'm very surprised to hear such a statement from a head of the family, and that too on a foreign soil. ഇനി എങ്ങനെ ന്യായീകരിക്കും അന്ധഭക്തരുടെ കുലദൈവമേ? ആ കിട്ടി, ന്യായീകരണം കിട്ടി. അതെ, ഞങ്ങളുടെ മോദിജി ഇങ്ങനെ പറഞ്ഞെങ്കിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്. രാഹുൽ പ്രധാനമന്ത്രി അല്ലല്ലോ ഇങ്ങനെയൊക്കെ പറയാൻ. പ്രധാനമന്ത്രിക്ക് വിദേശത്ത് എന്ന് രാജ്യത്തെ എങ്ങനെ വേണമെങ്കിലും അപമാനിക്കാനുള്ള അവകാശമുണ്ട്, പ്രത്യേകിച്ച് ഞങ്ങളുടെ നോൺ ബയോളജിക്കൽ പ്രധാനമന്ത്രിക്ക്. അതുകൊണ്ട് രാഹുലിന് വിദേശത്ത് എന്ന് എന്തെങ്കിലും പറയണമെങ്കിൽ ആദ്യം പ്രധാനമന്ത്രിയാകാൻ നോക്ക്, എന്നിട്ട് പറ. അങ്ങനെയാണെങ്കിൽ അത് രാജ്യദ്രോഹം ആവില്ല. അല്ലാതെ പ്രതിപക്ഷ നേതാവായിരുന്ന് വിദേശത്ത് എന്ന് ചൈന മാനുഫാക്ചറിംഗിൽ ഇന്ത്യയേക്കാൾ ബഹുദൂരം മുന്നിലാണെന്നും 140 കോടി ഇന്ത്യക്കാർക്ക് തൊഴിലുണ്ടാവണമെങ്കിൽ നമ്മൾ മാനുഫാക്ചറിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നും മാനുഫാക്ചറിംഗിലുള്ള ചൈനയുടെ ആധിപത്യം മറികടക്കുന്നതിന് അനുയോജ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കണം എന്നുമൊക്കെ പറയുന്നത് രാജ്യവിരുദ്ധവും രാജ്യദ്രോഹവുമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതും ചെന്നു പറഞ്ഞ സ്ഥലമേ ഞങ്ങൾക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ ചെന്ന് ഇങ്ങനെ പറയുക എന്ന് വെച്ചാൽ കോളേജും യൂണിവേഴ്സിറ്റിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസവും ഒക്കെ ഞങ്ങൾക്ക് അലർജിയാണെന്ന് മിസ്റ്റർ രാഹുലിന് അറിയാവുന്നതല്ലേ? ഞങ്ങളുടെ നോൺ ബയോളജിക്കൽ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചെന്ന് അപമാനിച്ചത് ഏറ്റവും വലിയ രാജ്യദ്രോഹമാണെന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു.